എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് UKയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പുതിയ വിസ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ UKയിൽ ഒരുപാട് വിസകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതെല്ലാം വിസകളാണ്, അത് ആർക്കൊക്കെ അത് അപേക്ഷിക്കാം, അത് എന്തൊക്കെയാണ് അതിനുള്ള പ്രോസസ്സ് എന്നുള്ള വിശദമായ ഒരു വിവരണമാണ് ഇന്ന് നൽകുന്നത്. പൊതുവെ എപ്പോഴും ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഇടാറ്. എന്നാൽ ഈ വീഡിയോ കുറച്ചുകൂടി വലിയതായി പോകുമോ എന്ന് തോന്നുന്നു. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഇതിലെ ഓരോ വിസ അപ്ഡേറ്റുകളും ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ വർഷവും ഓരോ ഗവൺമെൻറ് വരുമ്പോഴും പല രീതിയിലുള്ള വിസ നിയമങ്ങളാണ് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിസ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും UKയിലേക്ക് വരുവാൻ സാഹചര്യമൊരുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. UK വർക്ക് വിസകൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കും കരിയർ വളർച്ച തേടുന്ന താൽക്കാലിക തൊഴിലാളികൾക്കും വലിയ ആശ്വാസമാകുന്നു UK. വിവിധ വർക്ക് വിസകൾ ലഭ്യമായതിനാൽ അന്താരാഷ്ട്ര തൊഴിൽ അന്വേഷകർക്ക് UKയിൽ തൊഴിൽ സുരക്ഷിതമാക്കാൻ ഒന്നിലധികം പുതിയ പാതകൾ തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ UK ഗവൺമെൻറ്. ഈ ഗൈഡ് 2025 ഏറ്റവും പുതിയ UK വർക്ക് വിസകൾ നൽകുവാൻ വേണ്ടി രൂപം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. യോഗ്യത, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, ആരാണ് അപേക്ഷിക്കേണ്ടത്, സമീപകാലത്തെ നയമാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ UK പ്രധാനമായി 2 തരത്തിലുള്ള വിസകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്ന് സ്ഥിര തൊഴിൽ വിസകളാണ്. ലോങ് ടേമായി നൽകുന്ന ഒരു വിസയാണ് ഇത് അറിയപ്പെടുന്നത്. UK അധിഷ്ഠിത തൊഴിലുടമകളായി സ്ഥിരമായി റോളുകൾ തേടുന്ന പ്രൊഫഷണലുകൾക്കും വിദഗ്ധ തൊഴിലാളികൾക്കും വേണ്ടി ഉള്ളതാണ് ഇത്. രണ്ടാമത് താൽക്കാലിക തൊഴിലാളി വിസയാണ്. നിർദ്ദിഷ്ട വ്യവസ്ഥകളിലോ സാംസ്കാരിക കൈമാറ്റ പ്രോഗ്രാമുകളിലോ ഹ്രസ്വകാല തൊഴിലിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വിസ ടൈപ്പാണ് താൽക്കാലിക വിസ നിയമം. സ്കിൽഡ് വർക്ക് വിസ സ്ഥിരമായി റെസിഡൻസിലേക്കുള്ള ഒരു റൂട്ട് നൽകുന്നതാണ്. UKയിൽ ഒരു ദീർഘകാല ജീവിതം സ്ഥാപിക്കാൻ നോക്കുന്നവർ ഇനി പറയുന്ന വിസ ഓപ്ഷനുകൾ നോക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഒരു വിസ പ്രോസസ്സ് ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്കിൽഡ് തൊഴിൽ വിസകളാണ് സ്ഥിരതാമസത്തിനായിട്ടുള്ള കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നതും കൂടുതൽ ഈ രാജ്യത്ത് UKയിൽ താമസിക്കാൻ സൗകര്യമുള്ളതുമായിട്ടുള്ള വിസ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിദഗ്ധ തൊഴിലാളി വിസ എന്നുള്ളതാണ്. ഒരു ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നൽകുന്നതാണ് ഈ വിസ. വിസ പ്രക്രിയ കൈകാര്യം ചെയ്യുന്ന ഒരു UK തൊഴിലുടമയാണ് അപേക്ഷകരെ സ്പോൺസർ ചെയ്യേണ്ടത്. വിദഗ്ധ തൊഴിലാളി വിസ വ്യക്തികളെ 5 വർഷം വരെ തുടരാനും സ്ഥിരമായി റെസിഡൻസിലേക്ക് ഒരു പാത നൽകാനും സൗകര്യപ്രദമാകുന്ന ഒരു വിസ വിഭാഗമാണ് ഇത്. ഒരു ആശ്രിത വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനും ഈ വിസയിലൂടെ സാധിക്കുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ജോബ് ഓഫർ ഇൻ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ സ്പോൺസേഡ് തൊഴിലുടമ ഹോം ഓഫീസ് വഴി അപേക്ഷ നൽകേണ്ടതാണ്. അങ്ങനെ നൽകി വിസ ലഭിച്ചാൽ 5 വർഷം വരെ ഈ വിസയിൽ UKയിൽ തുടരുകയും അതുമൂലം സ്ഥിര താമസത്തിന് നിങ്ങൾക്ക് അപേക്ഷിക്കാനും കഴിയുന്ന സാഹചര്യമൊരുക്കുന്ന ഒരു വിസ ടൈപ്പാണ് ഇത്. ഇനി രണ്ടാമതായി പറയാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയാണ്. ഡോക്ടർമാരും നഴ്സുമാരും പോലുള്ള യോഗ്യതയുള്ള ആരോഗ്യ പ്രൊഫഷണലുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിസ ടൈപ്പാണ് ഇത്. ഒരു UK തൊഴിലുടമ അപേക്ഷ സ്പോൺസർ ചെയ്യണം. ഈ വിസയ്ക്ക് 5 വർഷം വരെ സാധ്യതയുള്ളതാണ്. അത് വിപുലീകരിക്കുകയും ചെയ്യാം. കുടുംബാംഗങ്ങൾക്ക് കൊണ്ടുവരാനും ഈ വിസയിലൂടെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിസ വളരെ ഉപകാരപ്പെടുന്ന ഒരു വിസ കൂടിയാണ്. ഈ വിസയിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളായ വ്യക്തികളായിരിക്കണം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് സ്പോൺസർ ചെയ്ത തൊഴിലുടമ അപേക്ഷ നൽകണം എന്നുള്ളതാണ്. വിസ ലഭിക്കുന്നത് 5 വർഷം വരെ നീട്ടാവുന്ന ഒന്നായതിനാൽ അതിലൂടെ നിങ്ങൾക്ക് UKയിൽ സ്ഥിരതാമസത്തിനുള്ള സൗകര്യം കൂടി ലഭിക്കുന്നു. കൂടാതെ കുടുംബാംഗങ്ങളെയും ആശ്രിത വിസ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ഡിപ്പെൻഡ് വിസയിൽ നമ്മളുടെ കൂടെ നിർത്തുകയും ചെയ്യാം.
ഇനി മൂന്നാമതായി പറയാൻ പോകുന്നത് ഗ്ലോബൽ ടാലൻറ്റ് വിസയാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ്, അക്കാദമി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന വിദഗ്ധർക്ക് ലഭിക്കാവുന്ന ഒരു വിസയാണ് ഇത്. മറ്റ് വർക്ക് വിസകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ റൂട്ടിന് ഒരു തൊഴിൽ ഓഫർ ആവശ്യമില്ല. പക്ഷേ അംഗീകൃതമായിട്ടുള്ള ഏജൻസി, കമ്പനികൾ എന്നിവയിൽ നിന്ന് ഒരു അംഗീകാരം ആവശ്യമാണ്. വിപുലീകരണ ഓപ്ഷനുകൾ ഉപയോഗിച്ച് വിസ 5 വർഷം വരെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. ഈ 5 വർഷം വരെ നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനുള്ള സൗകര്യവും ലഭിക്കുന്നു. അതുകൂടാതെ ഈ വിസയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കുടുംബങ്ങളെ കൊണ്ടുവരാനും ഈ വിസ അനുവദിക്കുന്നുണ്ട്. ഈ വിസയ്ക്ക് ആവശ്യമായ യോഗ്യത എന്ന് പറയുന്നത് യോഗ്യമായ ഫീൽഡുകളിൽ അസാധാരണമായ കഴിവുകൾ ഉള്ള വ്യക്തികളായിരിക്കണം. ഈ വിസയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അംഗീകൃത ഏജൻസികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൂടാതെ ഈ വിസയുടെ കാലാവധി 5 വർഷം വരെ നീട്ടാവുന്ന ഒന്നുകൂടിയാണ്. ഈ 5 വർഷം നീട്ടുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെയും കുട്ടികളെയും ഡിപ്പെൻഡ് വിസയിൽ കൊണ്ടുവരാനും കഴിയും. അടുത്തതായി പറയാൻ പോകുന്നത് നാലാമത്തെയാണ്. ഇന്നോവേറ്റർ ഫൗണ്ടർ വിസ എന്നാണ് ഈ വിസ കാറ്റഗറി അറിയപ്പെടുന്നത്. അംഗീകൃത UK ബോഡി അംഗീകരിച്ച നൂതന ബിസിനസ് ആശയങ്ങൾ ഉപയോഗിച്ച് സംരംഭം തുടങ്ങുന്ന സംരംഭകരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വിസ. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ ആദ്യം സംരംഭത്തിന് അംഗീകാരം ലഭിക്കണം. അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി എന്താണോ അതിനുള്ള അംഗീകാരം ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഇതിലൂടെ 3 വർഷം വരെ വിസ കിട്ടുന്ന ഒരു വിപുലമായ ചാൻസാണ് ഈ വിസയിലൂടെ ലഭിക്കുന്നത്. വിസ ഉടമയ്ക്കൊപ്പം കുടുംബങ്ങൾക്കും യോഗ്യതയുണ്ട്. വിസ ലഭിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അംഗീകരിച്ച ബിസിനസ് ആശയങ്ങൾ ഇവിടെ UK അംഗീകരിക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സംരംഭത്തിന് അംഗീകാരം ലഭിച്ചതിലുടൻ അതിലൂടെ വിസയ്ക്ക് നമുക്ക് നേരിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. ഈ വിസയുടെ കാലാവധി 3 വർഷം വരെയാണ്. അത് നീട്ടിക്കൊണ്ടുപോകാനും സാധിക്കും. അതോടൊപ്പം അവരുടെ പാർട്ട്ണറെയും കുട്ടികളെയും കൊണ്ടുവന്ന് കുടുംബത്തോടെ സെറ്റിൽ ചെയ്യാനും ഈ വിസ കാറ്റഗറി നൽകുന്നു. ഇനി താൽക്കാലിക തൊഴിൽ വിസകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്? പരിമിതമായ കാലയളവിൽ താൽക്കാലിക വർക്ക് വിസകൾ UKയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും സാധാരണമായ ഓപ്ഷനുകളിൽ ഇവ ഉൾപ്പെടുകയും ചെയ്യുന്നു. കാരണം സീസണബിളായിട്ടുള്ള കൃഷി സ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സീസണബിളായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം ആവശ്യമായി വരുന്ന ഒരു വിസ ടൈപ്പാണ് താൽക്കാലിക വിസകൾ എന്നറിയപ്പെടുന്നത്. സീസണൽ വർക്കർ വിസ ആണ് അതിൽ ഒന്നാമതായിട്ടുള്ള ഒരു കാറ്റഗറി. അഗ്രികൾച്ചറൽ തൊഴിലാളികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ വിസ കാറ്റഗറി. UKയുടെ സീസണൽ തൊഴിലാളി വിസ 6 മാസം വരെ അനുവദിച്ചിരിക്കുന്നു. അപേക്ഷകർക്ക് ലൈസൻസ് ഉള്ള UK തൊഴിലുടമകൾ സ്പോൺസർ ചെയ്യണം എന്ന് മാത്രമാണ് ഇതിൻ്റെ കരാറ്. ദീർഘകാല വിസയിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ ഈ വിസ ഓപ്ഷന് അനുവാദവുമില്ല. ഈ വിസ തൊഴിൽ നിയമങ്ങളിലേക്ക് യോഗ്യത എന്ന് പറയുന്നത് താൽക്കാലിക കാർഷിക തൊഴിലാളികൾ ആയിരിക്കണം ഇതിനായി അപേക്ഷിക്കേണ്ടത്. ഈ അപേക്ഷാ പ്രോസസ്സ് നടത്തേണ്ടത് ലൈസൻസ് ഉള്ള ഉടമ സ്പോൺസർ ചെയ്യുന്നതിലൂടെയാണ് ഇവർക്ക് ഈ വിസ ലഭിക്കുന്നത്. 6 മാസം കാലാവധിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പുതുക്കാനോ നീട്ടിക്കിട്ടുവാനോ സാധിക്കില്ല. അതോടൊപ്പം കുടുംബത്തെയും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ താൽക്കാലിക വിസകളുടെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമതായി യൂത്ത് മൊബിലിറ്റി സ്കീം വിസയാണ്. മറ്റൊരു രാജ്യങ്ങളിൽ നിന്നും യോഗ്യരായ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ലഭിക്കാവുന്ന ഒരു വിസയാണ് ഇത്. 2 വർഷം വരെ UKയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ഈ വിസ അവരെ അനുവദിക്കുന്നു. തൊഴിലുടമ സ്പോൺസർഷിപ്പില്ലാതെ വ്യക്തികൾക്ക് നേരിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നതിനാൽ ആപ്ലിക്കേഷൻ പ്രക്രിയ നേരിട്ട് നടത്താവുന്നതാണ്. എന്നാൽ ഈ വിസയ്ക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. വിസ ലഭിക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 18-നും 30 വയസ്സിനും പ്രായത്തിന് ഇടയിൽ ഉള്ള യോഗ്യരായ രാജ്യങ്ങളുടെ പൗരന്മാരായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നേരിട്ട് gov.uk വഴി ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന വിസകൾക്ക് 2 വർഷം കാലാവധിയാണ് കിട്ടുക. അതോടൊപ്പം വിസ പുതുക്കുവാനോ കുടുംബങ്ങളെ കൊണ്ടുവരാനോ കഴിയാത്ത വിധമുള്ള ഒരു വിസ ടൈപ്പാണ് ഇത്. ഇനി മൂന്നാമത്തെ താൽക്കാലിക വിസ കാറ്റഗറിയാണ് ക്രിയേറ്റീവ് വർക്ക് വിസ. പ്രത്യേകിച്ച് കലാകാരന്മാർ, പ്രകടനം നടത്തുന്നവർ, വിനോദക്കാർക്കായി നടത്തുന്ന ചില ആക്ടിവിറ്റീസ് ഈ വിസ നൽകുന്നതിനായി സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. ഇത് 12 മാസം വരെ സാധ്യതയുള്ള ഒരു വിസ കാറ്റഗറിയാണ്. ഇത് വിപുലീകരിക്കാം. ഒരു ആശ്രിത വിസയിൽ ചേരാൻ കുടുംബാംഗങ്ങളെ അനുവാദമുണ്ട്. ഇതിനായുള്ള യോഗ്യത ആർട്ടിസ്റ്റുകൾ, എൻ്റർടൈൻമെൻറ്റ്സ്, പ്രകടനം നടത്തുന്നവർ എന്നിങ്ങനെ പല രീതിയിലുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾക്ക്
വേണ്ടിയുള്ള ഒരു വിസ ടൈപ്പാണ് ഇത്. ഈ വിസയ്ക്കായി ഒരു യോഗ്യതയുള്ള തൊഴിലുടമ അല്ലെങ്കിൽ ഏജൻസി സ്പോൺസർ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ കരാർ. അടുത്തതായി ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് വിസയാണ് നാലാമതായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് വിസ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ നൽകുന്ന ഒരു വിസ ടൈപ്പാണ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് വിസ എന്നുള്ളത്. സർക്കാർ ജീവനക്കാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു വിസ ടൈപ്പാണ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് വിസ. മറ്റ് രാജ്യങ്ങളുമായുള്ള കരാറുകളെ അടിസ്ഥാനമാക്കി UK അന്താരാഷ്ട്ര കരാർ വിസ നൽകുന്നു. കൂടാതെ നിർദ്ദിഷ്ട അപേക്ഷാ നടപടിക്രമങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ഒരു വിസ ടൈപ്പാണ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് വിസ. ഈ വിസയ്ക്ക് യോഗ്യത എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കരാറുകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കണം. ഇതിനായുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് കരാർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ വിസയുടെ കാലാവധി കരാറിന് അടിസ്ഥാനമായി പല രീതിയിലാണ് കണ്ടുവരുന്നത്. അതുകൂടാതെ ഈ വിസ നമ്മൾ കിട്ടുകയാണെങ്കിൽ കുടുംബത്തെ കൊണ്ടുവരുന്നതിൽ കരാർ അനുസരിച്ച് സാധിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ 2025 നിലവിൽ വന്നിട്ടുള്ള വിസ നിയമങ്ങളിലുള്ള മാറ്റങ്ങളും എങ്ങനെയെല്ലാമാണ് ഈ വിസ പ്രോസസ്സ് നടത്തേണ്ടത് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് അവരിലേക്കും എത്തിച്ച് അവർക്കും കൂടി ഈ ഒരു വിസ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് രീതിയിലാണ് വിസകൾ ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.